അതിലുപരി എനിക്ക് ഭയങ്കര സന്തോഷമുള്ളത് 2-3 പ്രാവശ്യമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് ഇൻ്റർവ്യൂവിന്. എനിക്കൊന്ന് ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് തോന്നുന്നില്ലേ? ക്രെഡിറ്റ് നമുക്ക് തന്നെ ഇരുന്നോട്ടെ. പറയൂ വിശേഷങ്ങൾ, സീരിയൽ വിശേഷങ്ങൾ പറയൂ. എക്സ്പീരിയൻസ് ഈ സീരിയലിലേക്ക് വരുമ്പോഴേ ഇത്രയും വർഷം എടുത്തു ഒരു അഭിനയ രംഗത്തേക്ക് വരാൻ. എനിക്കൊന്ന് ഏകദേശം 27 വർഷം എടുത്തു തോന്നുന്നു, 26-27 വർഷം എടുത്തു തോന്നുന്നു. അല്ലെങ്കിൽ 30 വർഷം ഞാൻ കുറച്ചതാട്ടോ. ഇല്ല, അതിനകത്ത് ഒരു 12 വർഷം കൂട്ടിക്കോളൂ, 18 തൊട്ട് 12. അപ്പോൾ ഈ 12 വർഷത്തിനിടയ്ക്ക് ഒരു നായിക കഥാപാത്രം ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രയത്നം ഒന്നും നോക്കില്ല എന്നാണോ, അത് അച്ഛൻ ചെയ്യേണ്ട പഠിത്തം മതി? ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, ദിലീപങ്ങളൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് താല്പര്യമില്ല. അച്ഛൻ പറഞ്ഞു ഇപ്പോൾ വേണ്ട, സ്റ്റഡീസ് വേണം. എപ്പോഴും നമുക്ക് ഒരേ രീതിയിൽ പോകാൻ പറ്റില്ലല്ലോ. ഒരു ജോലി എല്ലാവരുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലതെന്ന് അച്ഛൻ പറഞ്ഞു, സ്റ്റാൻഡ് ബൈ വേണം. അപ്പോൾ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം എന്നുള്ള രീതി അങ്ങനെ പോയി. ഈ കണ്ണിലേക്ക് നോക്കുമ്പോൾ സായികുമാറായിട്ടൻ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഫീലുണ്ട്. തീർച്ചയായിട്ടും എന്തായാലും ആ ഒരു രക്തത്തിൽ അലിഞ്ഞൊരു അഭിനയ ശൈലി എന്തായാലും കയ്യിൽ കാണും. എനിക്ക് സായികുമാറായിട്ടൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഒരു രംഗം എന്ന് പറയുന്നത് നമ്മുടെ റാംജി റാവു സ്പീക്കിങ്ങിൽ അതിൽ കുറച്ച് ഫണ്ണായിട്ടുള്ള, എനിക്കൊന്ന് അതിലൂടെയൊക്കെയാണെന്ന് തോന്നുന്നു അച്ഛൻ അല്ലേ ഈ കോമഡി രംഗത്തേക്ക് ഏറ്റവും കൂടുതൽ. ഫസ്റ്റ് മൂവി അതാണ്, അതായത് നായകനായിട്ട് ചെറുപ്പത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സ്കൂൾ കുട്ടിയായിട്ടൊക്കെ അല്ല എങ്കിലും ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു കഥാപാത്രം വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ അന്ന് ഈ പറയുന്ന സമയത്ത് എനിക്ക് കുറേ വർഷങ്ങളായി ശരിക്കും അതൊക്കെ കാണുന്നത്. കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു അച്ഛൻ്റെ അഭിനയമൊക്കെ കണ്ടിട്ട്? ആദ്യമേ കാര്യം അത് സ്ട്രെയിറ്റ് നാടകത്തിൽ നിന്ന് വരുന്ന ഒരു രൂപമായിരുന്നു അച്ഛൻ്റെ. അപ്പോൾ അമ്മയടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതെന്താണ് ഇങ്ങനെ. അപ്പോൾ അമ്മ പറഞ്ഞു സ്വാധീന നാടകം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയാണ് ഈ ഓഫർ വരുന്നത്. പക്ഷെ ഇപ്പൊ കാണുന്ന ഫേസ് അല്ലല്ലോ, എനിക്ക് കണ്ട് പരിചയമുള്ള ഫേസ് അല്ലല്ലോ. അത് രസമാണ്. ആ ഒരു അപ്പിയറൻസ് വേണം എന്ന് പറഞ്ഞിട്ട് തന്നെ അങ്ങനെ തന്നെ വെച്ചതായിരിക്കാം. നാടകത്തിലെ അപ്പിയറൻസ് അല്ലേ അതിനകത്തേക്ക് വന്നത്? അതെ, അങ്ങനെ അപ്പിയറൻസ് അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല. സ്ട്രെയിറ്റ് വന്നു എന്നാണ്, ഒരു മേക്ക് ഓവറിന് ഒന്നും നിന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ വൈഷ്ണവിയെ കുറിച്ച് ഞാൻ ഇവിടെ തിരക്കിയപ്പോഴേ, ലൊക്കേഷനിൽ തിരക്കിയപ്പോൾ ഒന്നും അങ്ങോട്ടേക്ക് തരണ്ട എന്നുള്ളത് അറിയാം. നമുക്ക് പ്രോംപ്റ്റിങ് മാത്രം മതി, ബാക്കി ഞാൻ ചെയ്തോളാം എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ അത് അഹങ്കാരമല്ല, ദൈവത്തിൻ്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലേ. അങ്ങനെ ഉണ്ട്. കാര്യം ഇവിടെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ വാദോരാതെ സംസാരിച്ച ഷാർജ് ചേട്ടനാണ് വൈഷ്ണവിയെ കുറിച്ച്. അപ്പം എന്നോട് പറഞ്ഞു എടാ ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാവുള്ളൂ എന്നൊക്കെ എന്നോട് പറഞ്ഞു. എൻ്റെ അടുത്തുള്ള ഇഷ്ടം കൊണ്ടല്ല, അച്ഛൻ്റെ അടുത്ത് ബഹുമാനമുള്ള. അതെ 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 അതെ. ഇതിലേക്ക് വെളി വന്നത് എങ്ങനെയാണ്? സീമ ചേച്ചിയാണ്. സീമ ചേച്ചി കുറേ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അതിലൊരു വ്യക്തിയും കൂടെ ആണല്ലേ ഇതിലേക്ക് വരാനുള്ളൊരു ചാൻസ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബിഹൈൻഡ് ദ ക്യാമറ ശരൺ ചേട്ടൻ പറഞ്ഞു എടാ എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചോദിച്ചു, പൊക്കി പറഞ്ഞോളാൻ പറഞ്ഞു. പക്ഷേ അത് പറയേണ്ട കാര്യമില്ലല്ലോ അല്ലേ, അതിൻ്റെ ആവശ്യമില്ല, വേണ്ട. പക്ഷെ എങ്കിലും പറഞ്ഞല്ലോ കുഴപ്പമില്ല, ശരൺ ചേട്ടൻ ക്യാമറയുടെ ബാക്കിൽ പോണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, അദ്ദേഹം എപ്പോൾ സംസാരിച്ചാലും ഞാൻ ഇൻ്റർവ്യൂ എടുത്ത സമയത്ത് സംസാരിച്ചപ്പോഴും എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട്? വളരെ നന്നായിട്ട് തന്നെയാണ് ഇപ്പോഴും. അത് ഓരോ കാര്യങ്ങളാണ് സത്യത്തിൽ എനിക്ക് പുള്ളിയുടെ കൂടെ നിന്ന് അഭിനയിക്കാൻ ഇപ്പോഴും നല്ല ടെൻഷനുണ്ട്. കാര്യം അഭിനയിക്കാൻ അറിയാവുന്ന ഒരു വ്യക്തിയായതുകൊണ്ട്. അറിയാത്ത വ്യക്തിയെന്നോ? അഭിനയിക്കാൻ അറിയാത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ഇവിടെ പറയരുത്, പൊക്കി പറയണമെന്ന് പറഞ്ഞു. അത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തിയായതുകൊണ്ട് ചെയ്യുമ്പോൾ ചെറിയ ടെൻഷനുണ്ട്. എന്നാലും ബാക്കിയുള്ള അഭിനയിക്കാൻ അറിയില്ല എന്നല്ല കേട്ടോ. അല്ല പേരല്ലേ, അപ്പോൾ കൂടുതലായിട്ട് ചെയ്യേണ്ടതല്ലേ, കോമ്പിനേഷൻ വരുന്നതുകൊണ്ടാണ് പക്ഷെ ടെൻഷൻ എന്താ പറയുന്നത്. അപ്പോൾ ചേട്ടനത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറഞ്ഞു തരും, എങ്ങനെ വേണം ഏത്. ഇന്നുകൂടി രാവിലെ ആണെങ്കിലും കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു സീനായിരുന്നു, അതിനും പുള്ളി നന്നായിട്ട് സപ്പോർട്ട് ചെയ്യും. ഇതിൽ വന്നതിന് ശേഷം എങ്ങനെയുണ്ട് ജീവിതം? 1 വർഷമായി, വീട്ടിലധികം പോകാൻ പറ്റിയിട്ടില്ല. അത് സീരിയലിന്റെ ഒരു പ്രത്യേകത കൂടിയാണ് അത് കേട്ടോ. പിന്നെ കോവിഡ് സിറ്റുവേഷൻസും പിന്നെ ഇപ്പൊ 1 hour ആക്കിയിട്ടുണ്ട് സീരിയലാണ്. ഡ്യൂറേഷൻ കൂടുതലാണ്. അപ്പോൾ പക്ഷെ ഇപ്പൊ ഇവിടെയും കുറെ കുടുംബങ്ങളെ കിട്ടിയില്ലേ, നല്ല സഹോദരങ്ങളെ കിട്ടിയില്ലേ. ജ്യേഷ്ഠ തുല്യനായിട്ടുള്ള നമ്മുടെ ശരൺ ചേട്ടനെ കിട്ടി, അതുപോലെ തന്നെ ആനന്ദേട്ടൻ, അച്ഛൻ തുല്യ. പക്ഷെ എനിക്ക് തോന്നുന്നത് അവർ രണ്ടുപേരുടെയും ഒരു അഭിനയ ശൈലി അല്ലെങ്കിൽ ആ ഒരു ആശീർവാദം വൈഷ്ണവിയിലേക്ക് വന്നുകൊണ്ടായിരിക്കാം ഇതിലധികം ടെൻഷൻ ഇല്ലാതെ അഭിനയിച്ചു തോന്നുന്നല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്യാമറ വെച്ചപ്പം ഏത് സീനാണ്, ആരുടെയാണ് എടുത്തത്? ഫസ്റ്റ് സിംഗിൾ ഷോട്ടാണ് എടുത്തത്. ഗേറ്റ് തള്ളി തുറന്നു വരുന്ന ഒരു ഷോട്ടാണ് ഫസ്റ്റ് എടുത്തത്. ഇതിനെപ്പറ്റി കൂടുതൽ അറിയാത്തത് കൊണ്ടാണോ ചിന്തിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, ടെൻഷനൊന്നും ഇല്ലായിരുന്നു, ഫുള്ളി ബ്ലാങ്ക് ആയിരുന്നു. വന്ന് ചെയ്തു. ആരാന്നൊന്നും നമ്മൾ നോക്കിയില്ല, നമ്മൾ ഒറ്റ ചെയ്തു. എന്താ അറിയോ,
അച്ഛനും അപ്പൂപ്പനും ഉണ്ടായിരുന്നു. അപ്പൂപ്പൻ കൂടെ ഉണ്ടായിരുന്നു, അച്ഛൻ്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു. കാര്യം അവർ നാടകത്തിലൂടെ വന്നെന്ന് പറഞ്ഞാലും നാടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രയാസമുള്ളൊരു കാര്യമാണ് ലൈവായിട്ട് ചെയ്യുക എന്നുള്ളത്. എപ്പോഴെങ്കിലും കൊച്ചിലെങ്കിലും നാടകത്തിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു നാടകം കാണാനായിട്ട് കൂടെ പോയിട്ടുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ലല്ല, അച്ഛൻ ഫിലിമിൽ വന്നിട്ട് അതിനുശേഷമാണ്. അല്ല, അത് തന്നെ നാടകം സിനിമ അഭിനയിച്ചതിന് ശേഷവും നാടകത്തിലേക്ക് 1-2 സായിക്കുമാരേട്ടൻ ചെയ്തിട്ടില്ല. പിന്നെ ചെയ്തു. സിനിമ ലൊക്കേഷനിൽ പോയിട്ടുണ്ടോ? ലൊക്കേഷനിൽ അച്ഛൻ അധികം എന്നെ അങ്ങനെ കൊണ്ടുപോകാറില്ല. പിന്നെ മാനാരമത്തെ സ്പീക്കിങ്ങിന്റെ ലൊക്കേഷനിൽ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി. അപ്പം എനിക്ക് തോന്നുന്നത് ഈ ഓർണമെൻറ്റ്സ് ആയാലും നമ്മുടെ സീരിയലിൻ്റെ ആപ്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. അത് അർഹിക്കുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് ഡയറക്ടർ പറയാൻ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. അത് മാത്രമല്ല, നമ്മൾ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ സീരിയൽസിലൊക്കെ ഉള്ള ഒരു അപ്പിയറൻസ് നമ്മൾ ഈ സീ കേരളത്തിലെ ഒഫീഷ്യൽ പേജിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കമൻസ് വരാറുണ്ടോ? കമന്റ്സ് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും വരാം. എന്ത് കാര്യം വേറൊന്നുമല്ല, നമ്മുടെ മലയാളം പക്ക സീരിയലുകളിൽ ഒരുപാട് അങ്ങനത്തെ ഓർണമെന്റ്സ് അല്ലെങ്കിൽ ഒരുക്കവും അങ്ങനെ കാണിക്കാറില്ല. വളരെ സാധാരണ രീതിക്കാണ്, നോർമലുള്ളതാണ്. അതെ. പക്ഷെ ഇതൊരു തെലുങ്ക് റീമേക്ക് ആണ് ഈ സീരിയൽ. എനിക്ക് തോന്നുന്നു മറ്റു ചാനലുകളിൽ എടുക്കുകയാണെങ്കിൽ സീ കേരളത്തിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഓർണമെന്റ്സ് യൂസ് ചെയ്യുന്ന സീരിയൽസ്. ഓർണമെന്റ്സ് ആണെങ്കിലും വേഷമാണെങ്കിലും ക്വാളിറ്റി ആണെങ്കിലും എല്ലാം കൊണ്ടും സീ കേരളം നല്ല മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ തന്നെയാണ് ആവശ്യപ്പെട്ടത്, ഇങ്ങനെ വേണമെന്നുള്ളത്, ഹൈ ഗെറ്റപ്പിൽ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് പരമാവധി ഞാൻ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഇപ്പം ഈ ഒരു വർഷമായിട്ട് പോകുന്നുണ്ട്, നല്ല രീതിയിലാണ് പോകുന്നത്. ക്യാരക്ടേഴ്സ് നല്ലപോലെ എല്ലാവരും നല്ലപോലെ പോകുന്നുണ്ട്. ഇനി അടുത്ത ഓഫർ, കാര്യം ഒരിക്കലും ആരും വിശ്വസിക്കില്ല ഈ സംസാരിക്കുന്ന കേട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് സീരിയലാണെന്നുള്ളത്. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാം പ്രേക്ഷകരോട്. ആദ്യത്തെ പ്രോജക്റ്റ്, അതായത് സ്ക്രീനിൽ കാണുന്നതന്നെ ആദ്യമായിട്ടാണ് എല്ലാവർക്കും. ഇപ്പോഴും അറിയാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടം പോലെ പേരില്ലേ. തീർച്ചയായിട്ടും നമ്മുടെ സായികുമാറിൻ്റെ മകൾ തന്നെയാണ് വൈഷ്ണവി. അപ്പോൾ വൈഷ്ണവി ആദ്യം ഞാൻ കണ്ടപ്പോഴേ എന്നെ തൊഴിക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. സായികുമാറിൻ്റെ മകളെന്ന് എൻ്റെ അടുത്ത് അവിടെ വെച്ച് പറഞ്ഞു, നമ്മുടെ ജഗതിയിലെ വീട്ടിൽ വെച്ച്. അപ്പോൾ ഞാൻ അവിടെ നിന്നിടത്ത് കൂടാ ഈ കിളവിയോ എന്ന് പറഞ്ഞു, എന്നെ ഒന്നും പറയല. പിന്നെയാണ് ഈ കാര്യം വെച്ചാൽ അതെ എന്ന് വെച്ചാൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇത് ഫുൾ മേക്കപ്പാണ്. ഇപ്പം എൻ്റെ തെറ്റിദ്ധാരണ മാറി കേട്ടോ, ക്ഷമിക്കണം കേട്ടോ. ഞാൻ അന്നൊരു കോമഡി ആയിട്ട് പറഞ്ഞതാ, ഞാൻ വിശ്വസിച്ചില്ല സായികുമാറിന്റെ മകളാണെന്നുള്ളത്. അല്ല, വേറൊന്നല്ല, ഈ ഗെറ്റപ്പിൽ നിന്നാലേ മനസ്സിലാവുള്ളൂ ക്യാരക്ടർ. അതല്ല ബാക്കിയുള്ളവർക്ക് കണ്ടിട്ടില്ല, അധികം മുഖം നമ്മുടെ ഫോട്ടോസിൽ പോലും കണ്ടിട്ടില്ല. അച്ഛൻ വീട്ടിലുള്ള സമയം വരെ സോഷ്യൽ മീഡിയ ഒന്നും അധികം ഫേസ്ബുക്കും ഇൻസ്റ്റയൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. അല്ല അതിന് ശേഷമാണ് ഇതൊക്കെ വന്നത്. ഇപ്പോൾ ഈ ഒരു ഹസ്ബൻഡ് ഇത്രയും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത പ്രോജക്റ്റ് ഇപ്പോൾ ഇത് കണ്ടിട്ട് ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്, സീരിയൽസ് ആണെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ടൈറ്റായിട്ട് ഷെഡ്യൂൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം പ്രധാനപ്പെട്ട റോളാണ് ഇതിനകത്ത്. അതെ മെയിൻ ക്യാരക്ടർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് വീട്ടിൽ പോലും പോകാൻ സമയം കിട്ടുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നതേ ഈ ഒരു ഇൻ്റർവ്യൂടെ കഴിയുമ്പോഴത്തേക്കിന് എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും സിനിമയിലെ ഡയറക്ടേഴ്സ് വിളിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം നമുക്ക് ആഗ്രഹം അല്ല, നമുക്ക് അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് പോകാമായിരുന്നു. പക്ഷേ പഠിത്തം കഴിഞ്ഞു, സേഫായി, വിവാഹമെല്ലാം കഴിഞ്ഞ് നല്ലൊരു കുടുംബമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ ഒരു നല്ലൊരു ഓഫറൊക്കെ വന്ന സിനിമ നോക്കിക്കൂടെ? പിന്നെ ഉറപ്പായിട്ടും പറഞ്ഞോളാം. എന്നാ ഉറപ്പായിട്ടും അത് ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. കാര്യം ഇനി എനിക്ക് തോന്നുന്നു കൂടുതൽ ഇനി അമ്മ കഥാപാത്രങ്ങൾ കിട്ടാൻ ചാൻസസ് ഉണ്ട്. കാര്യം നമ്മുടെ പൊന്നമ്മ ചേച്ചി ആയാലും അല്ലെങ്കിൽ കവിയൂർ പൊന്നമ്മ അമ്മയായാലും ഇവരൊക്കെ ചെറുപ്പത്തിലെ അമ്മ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അവർ സെലക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്കിത് ഫസ്റ്റ് ഈ ക്യാരക്ടർ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മനസ്സിലൊരു കോംപ്ലക്സ് പോലെ ഫീൽ ചെയ്തിരുന്നു. കാര്യം ഈ ഒരു ഏജിൽ ഇത്രയും ഏജിലുള്ളൊരു ക്യാരക്ടർ എടുക്കണം എന്ന് വേണമെന്ന് ചിന്തിച്ചു. അപ്പോൾ അച്ഛനെയും അപ്പൂപ്പനെയൊക്കെ മനസ്സിൽ വന്നു. അവർ ചെയ്തു വെച്ചിരിക്കുന്ന ക്യാരക്ടറിനൊക്കെ ആകുമ്പോൾ മമ്മൂട്ടിയുടെ ഒക്കെ അച്ഛനായിട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ക്യാരക്ടറിനകത്താണ് പ്രധാനം. അഭിനയിക്കാൻ ഏരിയ ഉണ്ടോ എന്നുള്ളതാണ്. സായി ചേട്ടനൊക്കെ ആണെങ്കിൽ അച്ഛനായിട്ടും അപ്പൂപ്പനായിട്ടും വില്ലനായിട്ടും നായകനായിട്ടും ഉപനായകനായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ മേഖലയും തൊട്ടിട്ടുണ്ട് അല്ലേ? അപ്പോൾ പിന്നെ നമ്മൾ നോക്കണ്ട. പക്ഷെ ഒരു പ്ലസ് പോയിന്റ് ഉള്ള എന്താ അറിയോ, സീരിയൽസിൽ നരയിടത്തില്ല. ഇല്ല, അതാണ് അത് മെയിൻ ഒരു സംഭവമാണ്. കാര്യം സീരിയൽ നമ്മുടെ അടുത്ത് എടുത്ത് പറഞ്ഞു നര വേണ്ട. ശരി, അത് തന്നെയല്ല, സീരിയൽ തുടങ്ങുമ്പോൾ നമ്മുടെ ഒരു ചെറുപ്പം കാണിച്ചിട്ടാണ് വന്നത്. അതൊരു പ്ലസ് പോയിന്റ് അല്ലേ ഞാൻ പറഞ്ഞത്. കാര്യം മിക്ക സീരിയലും നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ സീ കേരളത്തിലെ അധികം നര അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ചില ക്യാരക്ടറിന്, പക്ഷെ ഇങ്ങനെയുള്ള ക്യാരക്ടറിന് നരയേ ഇല്ല എന്നുള്ളതാണ്. അപ്പോഴും പ്രായം നമുക്ക് അറിയത്തുമില്ല. നമ്മുടെ കഴിഞ്ഞ 2 വർഷമായിട്ട് സീരിയൽസിനൊന്നും അവാർഡ് ലഭിക്കാത്ത, അതായത്
ഇതിന് വലിയ വരുന്ന സീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നുള്ള ഒരു പേരാണ് പറയുന്നത്, അവാർഡ് നിരസിച്ചു പോകുന്നത്. അതിനെക്കുറിച്ച് ഇപ്പോൾ ഒരു വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അങ്ങനെ തോന്നാറുണ്ടോ ഇങ്ങനെ നിലവാരമില്ലാത്ത സീരിയലാണ് വരാമെന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ തന്നെ ഈ സീരിയലിനകത്ത് കൂടുതലും തെലുങ്ക് റീമേക്കാണ് ഈ സീരിയൽ. അപ്പോൾ നമ്മുടെ മലയാളി പ്രേക്ഷകർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ടാകും. പക്ഷേ ഇതൊന്നും പറയാൻ ഞാൻ ആളല്ല, ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയണം ചോദിച്ചതിൻ്റെ പേര്. അപ്പോൾ ഇതൊരു ഫിക്ഷൻ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ചിലപ്പം നമ്മൾ തന്നെ ചോദിക്കാറുണ്ട്, ഇതൊക്കെ എവിടെയെങ്കിലും നടക്കുമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ അതൊരു ഫിക്ഷൻ ആണെന്ന് ചിന്തിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അല്ല, എങ്കിലും അത് മറ്റ് ചാനലുകളിലും സീരിയലുണ്ട്, നല്ല സീരിയൽസ്, കരയുന്ന സീരിയൽസ് ഉണ്ട്. അല്ലെങ്കിൽ സി കേരളത്തിൽ മിക്കതും ബോൾഡായിട്ടുള്ള എടുത്തു പറയാൻ കാര്യമുണ്ട്. അല്ല, കരയുന്ന സീരിയൽസിനാണ് കൊടുക്കാറുള്ളത് എന്നുള്ള ഒരു സംസാരം പൊതുവേ ഉണ്ട്. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്. കാര്യം നമ്മുടെ സി കേരളത്തിലെ സീരിയൽ എടുക്കുകയാണെങ്കിൽ എല്ലാം നല്ല ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. എല്ലാ കഥാപാത്രവും അത്ര കരച്ചിലുള്ളതല്ല, ആൾക്കാർ കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. പക്ഷെ മറ്റ് ചാനലുകൾ എടുക്കുകയാണെങ്കിൽ ഈ കരയുന്ന ഒഴിവാക്കാൻ പറ്റുന്ന സീരിയൽസ് അല്ല. ഒരു കുടുംബത്തിലും നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൽ എപ്പോഴും ഈ രീതിയിൽ ഒരുങ്ങി അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു എന്നുള്ള സംഭവങ്ങളല്ല. കരയുന്നെന്ന് പറയുന്ന എല്ലാ കുടുംബത്തിലും വിഷമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അല്ല, ഇനി അതാണ് അവാർഡ് കൊടുക്കാൻ അവരുദ്ദേശിച്ചത്, കരയുന്ന സീരിയൽസിന് മാത്രമേ കൊടുക്കാന്നുള്ളത് ചോദിക്കണം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് അവരുടെ അടുത്ത് തന്നെ ചോദിച്ചാലേ മനസ്സിലാവും. പക്ഷെ അതിലൊക്കെ ഒരു വിഷമം, ഇപ്പൊ സീരിയൽ ആർട്ടിസ്റ്റ്, ഇപ്പൊ ഒരു ആർട്ടിസ്റ്റ് എല്ലാവരും കഷ്ടപ്പെടുകയല്ലേ ഇതിന്റെ പുറത്ത്. ഒരു ചെറിയൊരു റീസൺ വെച്ചിട്ട് നിലവാരമില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് തീർന്നില്ല. ഇത്രയും നാളെ എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ കണ്ടില്ലേ, ഇവിടെ എത്ര പേരാണ് ഞാൻ കണ്ടു. തീർച്ചയായിട്ടും അതെ. അപ്പോൾ അതിനൊരു എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കണം എന്ന് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. തീർച്ചയായിട്ടും വൈഷ്ണവി പറഞ്ഞു തന്നെയാണ്, ഒരു സീരിയലിൻ്റെ പിറകിൽ നമ്മൾ കാണുമ്പോൾ കുറേ ആഭരണം ഇട്ട് ഇവർ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ പിന്നിൽ കുറേ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്, കുറേ ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും അടുത്ത വർഷമെങ്കിലും സീരിയൽ സെലക്ട് ചെയ്ത് അവാർഡ് കൊടുക്കണം തന്നെയാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? സപ്പോർട്ട് ഉണ്ടാവണം, തെറ്റുകുറ്റിട്ടുണ്ടെങ്കിൽ പറഞ്ഞു തരണം, മനസ്സിലാക്കി തരണം, അത് സ്വീകരിക്കാൻ തയ്യാറാണ്. നല്ലതാണെങ്കിൽ നല്ലതാണെന്നും പറയണം. ഒരു സന്തോഷം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല റോൾസ് കിട്ടട്ടെ. ഇനിയാണ് ചിലപ്പോൾ ഒരു നായികയാവാൻ പോകുന്നതെങ്കിലോ അറിയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും ലാലേട്ടൻ്റെ ചെയ്യാൻ അത് ഒരു സീനാണെങ്കിലും നല്ലോണം പ്രേക്ഷകരുടെ മനസ്സിൽ നിൽക്കുന്ന സീനാണെങ്കിൽ. അല്ല, ഞാൻ പറഞ്ഞത് നായികയായിട്ട് വരട്ടെ എന്ന്. അയ്യോ, അപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ദുൽഖറിൻ്റെയും ഒക്കെ സിനിമകളിൽ, നമ്മുടെ ടൊവിനോയുടെയും പൃഥ്വിരാജിൻ്റെയും സിനിമയിലേക്ക് ഇനിയും വിളിക്കാൻ ചാൻസസ് ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഞങ്ങളെല്ലാവരും. പ്രത്യേകിച്ച് എനിക്ക് ഒരു പടി മേളിലാണ്, നമ്മളൊരു നാട്ടുകാരനായതുകൊണ്ട്. അതെ.